ഇവിടെ മമ്മി വളർത്തുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു ട്ടോ. കുറേ ദിവസങ്ങളായിട്ട് മൂപ്പത്തി ഗർഭിണിയായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷേങ്കിൽ ഇന്നലെ തൊട്ട് ഇതാണ് അവസ്ഥ. ഗർഭിണിയാണ്, പക്ഷെ പ്രസവിക്കാനുള്ള ടൈം ആയിട്ടും പ്രസവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പകുതി ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിന് മുൻപ് ഒരു വട്ടം ഗർഭിണി ആയപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതേപോലെ കൊണ്ടുപോയി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ ഇത് കീറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ പോയപ്പോൾ പെറ്റ് ഷോപ്പിൽ പോയി നമ്മൾ അവർ നല്ല രീതിയിൽ എന്താ പറയുക കെയർ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്ത് നോക്കി. പിന്നെ നോക്കുമ്പോൾ പൂച്ചക്ക് ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മൂപ്പത്തിയാൾക്ക് കുറേ ദിവസമായിട്ട് വേദനയൊക്കെ തട്ടിയിട്ട് പ്രസവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിരിക്കണം, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോൾ ഡോക്ടർ നോക്കി പരിശോധിച്ചു. അങ്ങനെ ഒരു കുട്ടീൻ്റെ തല ഇങ്ങനെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് പുറത്തോട്ട്, പക്ഷെ അത് മരിച്ചു പോയിട്ടോ. മൊത്തത്തിൽ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അകത്ത് ഒരു കുട്ടിയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താ പറയുക എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി നമ്മളെ പൂച്ച തന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അതിനും ജീവനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഗ്ലൂക്കോസ് ഒക്കെ ആണ്. അപ്പോൾ ഇനി എന്തായാലും നാളെ കുട്ടി പുറത്തേക്ക് വന്നാലും ഇല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.